വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇന്നത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്ലാസ്സാണ്. സോ എന്തുകൊണ്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്കിൽ നിന്നും ഷുവറായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു 2 to 3 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഉറപ്പായിട്ട് വരുമെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 100% നിങ്ങൾ ഉറപ്പിച്ച് വെച്ചു ഇവിടെ നിന്നുള്ള ചോദ്യം ഉറപ്പായിട്ട് എന്താണ് പരീക്ഷയ്ക്ക് വന്നിരിക്കും. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്, അത് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ബേസിക്കായിട്ട് നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതണം എന്ന കാര്യമെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അല്ലെങ്കിൽ നല്ല വ്യക്തമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഇന്നത്തെ ക്ലാസ് കാണാവുള്ളൂ. കാരണം അതില്ലാതെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ റെഡിയാണേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് നല്ല വിശ്വാസത്തോടു കൂടി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് എങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, മുന്നത്തെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നത്തെ ക്ലാസ്സുകൾ കാണാം. അതുപോലെ തന്നെ നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ 3ാമത്തെ ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തില്ല, പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. ചാപ്റ്റർ ഒരു പകുതിയെങ്കിലും കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു ഡിലേ വന്നത്. ഇന്ന് ഞാൻ എന്ത് ചെയ്യും, ഇന്ന് വരെയുള്ള ടോപ്പിക്കിൻ്റെ നോട്ട് ഞാൻ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്, അതിനാദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ തുടങ്ങാമല്ലോടാ, റെഡി ആണല്ലോ. അപ്പോൾ എന്താ നമുക്കിന്ന് പഠിക്കാനുള്ളത്? നമുക്കിന്ന് 3 കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ച് ഒരു പീരിയോഡിക് ടേബിളിലെ ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ ബ്ലോക്ക് ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ പീരീഡ് ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ അതിൻ്റെ ഗ്രൂപ്പ് ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നിങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന എലമെൻറ്റിൻ്റെ ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ്, ഇത് 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും. സിമ്പിൾ കാര്യമാണ്, മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വരുന്നൊരു സംശയം, അയ്യോ സാറേ ഈ ബ്ലോക്കും ഗ്രൂപ്പും പീരീഡും എന്താണ്, നമ്മളത് മറന്നുപോയല്ലോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ്. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ബ്ലോക്ക് എന്ന് നോക്കാം. എന്താണ് ബ്ലോക്ക്? നമ്മുടെ പീരിയോഡിക് ടേബിളാണ് ഈ കാണുന്നത് അല്ലേ. ഇത് സാധാരണ ഇതിനിടയിലേക്ക് ഒരു ഗ്യാപ്പ് കാണത്തില്ല, ഇതെല്ലാം കൂടി ചേർന്നായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പീരിയോഡിക് ടേബിളിനെ നമുക്ക് പ്രധാനമായിട്ടും 4 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ സബ്ഷെൽ. ഏതൊക്കെയാണ്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഈ SPDF എന്ന് പറയുന്ന സബ്ഷെല്ലുകളാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ സബ്ഷെല്ല് ഏതാണ്, അവസാനത്തെ സബ്ഷെല്ല് ഏതാണ്, അല്ലെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ പോകുന്ന സബ്ഷെൽ ഏതാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നമ്മുടെ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൽ ആദ്യം കാണുന്ന ഇവർ 2 പേരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ 13 തൊട്ട് 18 വരെയുള്ളവരാണ് നമ്മൾ പി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഈ 3 തൊട്ട് 12 വരെയുള്ളവർ നമ്മൾ ഡി ബ്ലോക്ക് എന്നും, ഏറ്റവും ലാസ്റ്റായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എഫ് ബ്ലോക്ക് എന്നും വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ മൊത്തം ബ്ലോക്കുകളുടെ എണ്ണം 4. എന്തിനെ അടിസ്ഥാനപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. സബ്ഷെൽ അവസാനത്തേത് ഏത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന അവസാനത്തെ സബ്ഷെൽ ഏത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണത്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അവസാന ഇലക്ട്രോൺ പോകുന്ന എസ്സിലാണെങ്കിൽ, എസ് എന്ന സബ്ഷെല്ലിലാണെങ്കിൽ നമ്മൾ ആ കോൺഫിഗറേഷൻ എഴുതുമല്ലോ അല്ലേ. 1s, 2s, 2p, 3s, 3p, 4s, 3d എന്നിങ്ങനെ എഴുതുമല്ലോ. എഴുതുമ്പോൾ അവസാന ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിലാണെങ്കിൽ അവരെല്ലാം എന്തായിരിക്കും, എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ ആയിരിക്കും. ഇനി അത് പിയിലാണെങ്കിൽ അത് പി ബ്ലോക്കിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1s, 2s, 2 എന്ന് പറഞ്ഞാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ തീർന്നു. എങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ പോയത് എസ്സിലല്ലേ, എങ്കിൽ അവൻ എസ് ബ്ലോക്ക് ആയിരിക്കും. എങ്കിൽ അവൻ ഏതായിരിക്കും, എസ് ബ്ലോക്ക് ആയിരിക്കും. ഇനി 1s, 2, 2s, 2, 2p, 5, 6നകത്ത് ഏതോ നമ്പർ വന്നോട്ട് ഞാൻ 6 തന്നെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അവസാന ഇലക്ട്രോൺ വന്ന് ഫില്ലായത് പിയിലല്ലേ, അവൻ എന്തായിരിക്കും, അവൻ പി ബ്ലോക്ക് ആയിരിക്കും. ഇനി 1s2, 2s2, 2p6, അടുത്ത് എന്താണ് 3s2, 3p6, 4s2, അടുത്ത് 3d2 ആയിക്കോട്ടെ. അവസാനം വന്നു നിന്ന് ഡിയിലല്ലേ, അവൻ ഡി ബ്ലോക്ക് ആയിരിക്കും.
ഇനി വീണ്ടും എഴുതി പോകുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യുന്ന എഫിലാണെങ്കിൽ അവൻ എന്തായിരിക്കും? എഫ് ബ്ലോക്ക് ആയിരിക്കും. പേടിക്കേണ്ട, എഫ് ബ്ലോക്കിൽ നിന്നുള്ള ചോദ്യങ്ങളൊന്നും നമുക്കധികം വരത്തില്ല. എഫ് ബ്ലോക്കിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. എഫ് ബ്ലോക്ക് ആൾ ചെറിയൊരു കുഴപ്പക്കാരനാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തേക്കുന്നത്, ഇതിന് ശേഷം ഈ ലാന്തനൈഡുകൾക്ക് ശേഷമാണ് ഇവൻ വരേണ്ടത്, അതുപോലെ ഈ ആക്ടിനൈഡിന് ശേഷം ഇവൻ വരേണ്ടത്. പക്ഷേ അവന്മാർ നമ്മൾ എന്ത് ചെയ്തേക്കുക, സെപ്പറേറ്റ് ആക്കി കൊടുത്തേക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവന്മാർ ചെറിയ പ്രശ്നക്കാരാണ്. ഇവന്മാർ ഈ പറയുന്ന നിയമങ്ങളൊന്നും അങ്ങനെയൊന്നും അനുസരിക്കത്തില്ല. അത് പിന്നീട് നമുക്ക് നോക്കാം. അപ്പോൾ ബ്ലോക്ക് ഓക്കെ ആണല്ലോ. എത്ര ബ്ലോക്ക് ഉണ്ടടാ? 4 ബ്ലോക്ക്. SP-DF എങ്ങനെ കണ്ടുപിടിക്കും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്ത് അങ്ങോട്ട് എഴുതി കഴിയുമ്പോൾ അവസാന ഇലക്ട്രോൺ പോയിരിക്കുന്ന ഏത് സബ്ഷെല്ലാണെന്ന് നോക്ക്. ആ സബ്ഷെല്ലാണ് എന്തെന്ന് പറയുന്നത്, ആ സബ്ഷെല്ലിൻ്റെ പേരെന്താണോ അവൻ ആ ബ്ലോക്ക് തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാമോ എങ്ങനെയാണെന്ന്? ഇതെല്ലാം കൂടെ കണ്ട് ഞാൻ ആ നിയമങ്ങളൊക്കെ ഒരുമിച്ചൊന്ന് പറഞ്ഞുതരാമേ. അപ്പോൾ ഇപ്പോൾ നോക്കിയല്ലോ, ബ്ലോക്ക് കണ്ടല്ലോ. നമുക്കിനി ഗ്രൂപ്പും പീരീഡും അത് വരുമ്പം പഠിക്കാം, കൺഫ്യൂഷൻ വേണ്ട. നോക്കടാ, ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോവുകയാണ് ബെരീലിയം. അറ്റോമിക് നമ്പർ 4 കോൺഫിഗറേഷൻ എഴുതാൻ അറിയാമല്ലോ എല്ലാവർക്കും. എങ്ങനെയാണ് കോൺഫിഗറേഷൻ എഴുതുന്നത്? ആദ്യം ഒന്നാമത്തെ ഷെല്ല് 1, അതിനകത്ത് ഒരു സബ് ഷെല്ല് S. അടുത്ത് രണ്ടാമത്തെ ഷെല്ല് 2, അതിനകത്ത് 2 സബ് ഷെല്ല് എസും പിയും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഷെല്ല് 3, അതിനകത്ത് സബ് ഷെല്ല് 3 എണ്ണം, എസും പിയും ഡിയും. നാലാമത്തെ ഷെല്ല് 4, അതിനകത്തുള്ള സബ് ഷെല്ല് എസും പിയും ഡിയും എഫും. ഇത്രയും അറിഞ്ഞാൽ മതി, സബ് ഷെൽ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. പിന്നെ എനർജിയുടെ ആ ഒരു വ്യത്യാസം കൂടെ ഓർമ്മയുണ്ടല്ലോ. ഏതാണ്? നമുക്ക് 3P കഴിഞ്ഞിട്ട് 3D അല്ല 4S വരും. എനർജി നമ്മൾ ആ വരച്ച് എഴുതിയ സാധനം ഓർമ്മയുണ്ടല്ലോ. നമുക്ക് ബെരീലിയത്തിൻ്റെ എഴുതി നോക്കാം. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 1s2, എസിനകത്ത് 2 എണ്ണേ കൊള്ളുള്ളൂ, സോ 1s2. 2s2, എസിനകത്ത് 2, 2 2 4, സോ ഏത് ബ്ലോക്ക്? എസ് ബ്ലോക്ക്. ഏത് ബ്ലോക്ക്? എസ് ബ്ലോക്ക്. നോക്കിയേ, ഏത് സബ്ഷെല്ലിൽ അവസാനത്തെ ഇലക്ട്രോൺ പോയിരിക്കുന്നത്? എസ്സിലല്ലേ, സോ എസ്, സോ ബ്ലോക്ക് എസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് നോക്കാം സോഡിയം. അറ്റോമിക് നമ്പർ 11 കോൺഫിഗറേഷൻ എഴുതി നോക്ക്. കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? ഞാൻ ഇങ്ങനെ മുകളിലോട്ട് എഴുതട്ടെ, അതിവിടെ എഴുതിയാൽ കാണാൻ പറ്റുമോ? 1s2, 2s2, അത് കഴിഞ്ഞ ഏതാ? 2ൽ പി ഉണ്ടല്ലേ, 2p6. അപ്പോൾ 6 4 10. പിന്നെ വരുന്ന ഏതാ? 1s2, 2s2, 2p. അടുത്ത ഏതാ? പി തീർന്നു. അടുത്ത് 3s, 3sൽ 1. അപ്പോൾ ഏതായിരിക്കും വരുന്നത്? എസ് ബ്ലോക്ക്. ഏതായിരിക്കും വരുന്നത്? എസ് ബ്ലോക്ക്. നോക്കിയ സോഡിയം എവിടെയാണ് കിടക്കുന്നതെന്ന്? എസ് ബ്ലോക്ക്. ഇതാ കിടക്കുന്നത്, കണ്ടോ? സോഡിയം ഇതിലാണ് കിടക്കുന്നത്, എസ് ബ്ലോക്കിലാണ് കിടക്കുന്നത്. സോ എസ് ബ്ലോക്ക്. അടുത്ത് ഓക്സിജൻ നോക്കി. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8. ഇവിടെ എഴുതി കുളമാക്കണം, ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്രയാണ്? 8. കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 1sൽ 2. കാരണം അറിയാമല്ലോ, ഒന്നാമത്തെ ഷെല്ലിനകത്ത് എസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 1s തീർന്നു. രണ്ടാമത്തെ ഷെല്ലിൽ എസും പിയും ഉണ്ട്, അപ്പോൾ 2s ഉണ്ട് 2pയും ഉണ്ട്. എസ്സിൽ 2 കൊള്ളുള്ളൂ, പിയിൽ 6 കൊള്ളും. 10 എണ്ണമായി. നമുക്ക് 10 വേണോ? വേണ്ട, 8 മതി. അപ്പോൾ 2pയിൽ എത്രയേ വരത്തുള്ളൂ? 2 2 4. അപ്പോൾ ഇതിൽ എത്രയേ വരത്തുള്ളൂ? 4 വരത്തുള്ളൂ. 4 2 6 2 8. സോ കോൺഫിഗറേഷനായി. ലാസ്റ്റ് ഇലക്ട്രോൺ പോയ സബ്ഷെല്ല് ഏതാ? പി സബ്ഷെല്ല്. സോ ബ്ലോക്ക് ഏതാ? പി. അടുത്ത് ക്ലോറിൻ എഴുതിയ. ക്ലോറിൻ 17 ക്ലോറിൻ 17 എഴുതാമല്ലോ. 1s2, 2s2, 2pയിൽ 6 10 അടുത്ത ഏതാ? 3s അല്ലെ, 3sൽ 2, 10 2 12 അടുത്ത ഏതാ? 3pയിൽ 12 പിന്നെ എത്ര ബാക്കിയുണ്ട്? 13 14 15 16 17 5. ഏത് ബ്ലോക്ക്? പി ബ്ലോക്ക്. ലാസ്റ്റ് ഇലക്ട്രോൺ പോയ ബ്ലോക്ക് ഏത്? പി ബ്ലോക്ക് ആണല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കിയേ, കിടക്കുന്നു. ഇനി ഒന്നേന്ന് ഞാൻ എഴുതണോ? ഇങ്ങനെ വരും. 1s2, 2s2 അറ്റോമിക് നമ്പർ 21 അല്ലേ. 2p6, 3s2 12 അടുത്ത എത്ര? 3p6 18 പിന്നെ എത്ര? 19 20 21 3 എണ്ണം. ഏത് വരും? 4s2. അത് കഴിഞ്ഞ് എത്രയാണ്? 3dയിൽ 1. 3dയിൽ 1. അവസാനം പോയത് ഡിയിലോട്ട്. സോ ബ്ലോക്ക് ഡി ബ്ലോക്ക്. പോയത് ഡിയിലോട്ട്. ബ്ലോക്ക് ഏത് ബ്ലോക്ക്? ഡി ബ്ലോക്ക്. കണ്ടോ? ഡി ബ്ലോക്ക് കണ്ടോ? ഡി ബ്ലോക്ക് കണ്ടോ? അതിൽ എസ് സി എവിടെ കിടക്കുന്നു? എസ് സി എവിടെ കിടക്കുന്നു? 21. എവിടെ കിടക്കുന്നുണ്ടോ? കഴിയും, കാണാനില്ല. മിസ്സായി. ഇതാ കിടക്കും. ആദ്യം കിടക്കുകയാണ്, ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. അടുത്ത ഏതാ? അയൺ Fe അറ്റോമിക് നമ്പർ 26. എങ്ങനെ എഴുതുവാടാ? 1s2, 2s2, 2p6 എത്ര എണ്ണമായി? 10 എണ്ണമായി. 3s2, 3p6 18 4s2, 3d എത്ര? 6.
അപ്പോൾ D6 അവസാനം പോയി ഫില്ലായത് ഡിയിലോട്ട്. സോ ഏത് ബ്ലോക്ക്? ഡി ബ്ലോക്ക്. എഫ് ഇവിടെ കിടക്കുന്നു, ദേ കിടക്കുന്നു ഡി ബ്ലോക്കിൽ. അപ്പോൾ നമുക്കിതെല്ലാം പറഞ്ഞു വെച്ച് നിയമം എഴുതാമല്ലോ. ബ്ലോക്ക് കണ്ടുപിടിക്കാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അവസാനത്തെ ഇലക്ട്രോൺ പോയ സബ്ഷെല്ല് നോക്കുക. അത് എസിലാണെങ്കിൽ എസ് ബ്ലോക്ക്, പിയിലാണെങ്കിൽ പി ബ്ലോക്ക്, ഡിയിലാണെങ്കിൽ ഡി ബ്ലോക്ക്. എഫ് എഴുതാൻ ചോദിക്കത്തില്ല, പേടിക്കേണ്ട. സോ റൂൾ എന്താണ്? ദ സബ്ഷെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആഡഡ് വിൽ ബി ദ ബ്ലോക്ക്. സെറ്റാണ്. അങ്ങനെ നമ്മൾ എന്ത് പഠിച്ചു? ബ്ലോക്ക് പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയിട്ടാണ്? പിരീഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ബ്ലോക്കുകൾ എത്ര എണ്ണം ഉണ്ട്? 4 ബ്ലോക്കുണ്ട്. ബ്ലോക്ക് കണ്ടുപിടിക്കാൻ അറ്റോമിക് നമ്പർ നമ്മൾ കോൺഫിഗറേഷൻ എഴുതുക, അവസാനത്തെ ഇലക്ട്രോൺ പോയ സബ്ഷെല്ല് നോക്കുക, സെറ്റ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പീരീഡ്. എന്താണ് പീരീഡ് എന്ന് വെച്ചാൽ? ഇത് ഇങ്ങനെ ഹൊറിസോണ്ടലി നമ്മൾ കാണിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പീരീഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു പീരിയോഡിക് ടേബിൾ എടുത്താൽ എത്ര പീരീഡ് ഉണ്ട് നമുക്ക്? 1, 2, 3, 4, 5, 6, 7. എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡാണ് ഉള്ളത്. ഒരു പീരിയോഡിക് ടേബിൾ എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡ് ഉണ്ട്. അപ്പോൾ പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഹൊറിസോണ്ടലായിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പീരീഡ് എന്ന് വിളിക്കുന്നത്. കയറി ഇതിനെ 8 എന്നും ഇതിനെ 9 എന്നും ഒന്നും എഴുതി കളയല്. ഈ പറയുന്ന ലാന്തനൈഡിൻ്റെ ബാക്കിയാണ് ഇവൻ, ആക്ടിനൈഡിൻ്റെ ബാക്കിയാണ് ഇവൻ. കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തതുകൊണ്ട് മാറ്റി ബ്ലോക്കാക്കി ഇട്ടെന്നേ ഉള്ളൂ. ഇവൻ എന്ത് തന്നെ വരും? ഇവനെല്ലാം 6ാമത്തെ പീരീഡ് തന്നെയാണ് വരുന്നത്. ഇവരെല്ലാം 7ാമത്തെ പീരീഡ് തന്നെയാണ്. മാറിപ്പോകരുത്. ഓക്കെ ആണല്ലോ? എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. അപ്പോൾ പീരീഡുകളുടെ എണ്ണം 7. ഇനി എങ്ങനെ പീരീഡ് കണ്ടുപിടിക്കും? ഏറ്റവും എളുപ്പം പീരീഡ് കണ്ടുപിടിക്കാനാണ്. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങോട്ട് എഴുതുക. ഏറ്റവും അവസാനം വരുന്ന ആ എൻ വാല്യൂ ഉണ്ടല്ലോ, അവസാനം വരുന്ന എൻ വാല്യൂ എന്താ? എൻ വാല്യൂ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓർമ്മയുണ്ടോ? എന്ന് വെച്ചാലേ ഇപ്പം നമ്മുടെ ഇത് 1ാമത്തെ ഷെല്ല്, അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1. ഇത് 2ാമത്തെ ഷെല്ല്, എന്നിൻ്റെ വാല്യൂ 2. ഇത് 3ാമത്തെ ഷെല്ല്, എന്നിൻ്റെ വാല്യൂ 3. ഈ വാല്യൂവിനല്ലേ നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 1 ആണ് വരുന്നതെങ്കിൽ അവിടെ ഒരു സബ്ഷെൽ എസ് മാത്രം. n ഈസ് ഈക്വൽ ടു 2 ആണ് വരുന്നതെങ്കിൽ അവിടെ 2sഉം 2pയും 2 സബ്ഷെല്ല്. n ഈസ് ഈക്വൽ ടു 3 ആണ് വരുന്നതെങ്കിൽ അവിടെ 3sഉം 3pയും 3dയും സബ്ഷെല്ല്. n ഈസ് ഈക്വൽ ടു 4 ആണ് വരുന്നതെങ്കിൽ അവിടെ 4s 4p 4d 4f വരും. മറന്നുപോയില്ലല്ലോ ആ കാര്യം. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഏതാണെന്ന് നോക്കുക. ഏറ്റവും വലിയത് അല്ലെ, നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, ഇവിടെ എഴുതുന്ന ഈ നമ്പർ ഉണ്ടല്ലോ 1s2 2s2 എന്ന് നോക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, ബെരീലിയം. ഞാൻ ഇത് വെച്ചാൽ അതൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് അടുത്ത എക്സാമ്പിൾ ചെയ്യാം. ബെരീലിയത്തിൻ്റെ നമ്പർ എത്ര? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്ര? 2 അല്ലേ? അപ്പോൾ അവ ഏത് പീരീഡിലായിരിക്കും? നോക്ക്, ബെരീലിയം ഏത് പീരീഡാ? 2ാമത്തെ പീരീഡ്. കണ്ടോ? അടുത്ത് നോക്കിയേ, സോഡിയത്തിൻ്റെ അവസാനം എഴുതി വന്നപ്പോൾ 3 അല്ലേ വന്നേ? 3 ഏത് പീരീഡ്? 3ാമത്തെ പീരീഡ്. കണ്ടോ? സോഡിയം. അടുത്ത് ഓക്സിജൻ അവസാനം എഴുതി വന്ന നമ്പർ 2 അല്ലേ? n ഈസ് ഈക്വൽ ടു 2 അല്ലേ? നോക്കിയേ, 2ാമത്തെ പീരീഡിൽ. കണ്ടോ? 2ാമത്തെ പീരീഡ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു പാടുമില്ല, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അതിലെ ഏറ്റവും വലിയ n വാല്യൂ ഏതാണോ അതാണ് പീരീഡ് എന്ന് പറയുന്നത്. ക്ലോറിൻ നോക്കിയേ, ക്ലോറിൻ 3pയിലല്ലേ തീർന്നത്? അപ്പോൾ 3 അല്ലേ? അപ്പോൾ 3ാമത്തെ പീരീഡ് നോക്കിയാൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ദേ കിടക്കുന്ന ക്ലോറിനെ കാണാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് നമുക്ക് പോകാം. സബ്ഷെല്ല് നമുക്ക് മനസ്സിലായി. എന്താണ് സബ്ഷെൽ എന്ന് വെച്ചാൽ? ദ സബ്ഷെല്ല് ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ വിൽ ബി ഫിൽഡ് ബിലോങ്സ് ടു ദ ബ്ലോക്ക്. അതാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. എസ് ബ്ലോക്കിൽ 1ഉം 2ഉം വരും, പി ബ്ലോക്കിൽ 13 തൊട്ട് 18 വരെ വരും, ഡിയിൽ 3 to 12 വരും. എഫ് കുറച്ച് വ്യത്യാസമായതുകൊണ്ട് നമ്മൾ മാറ്റി എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത് ഹൗ ടു ഫൈൻഡ് ദ പീരീഡ് നമ്പർ. എന്തെങ്കിലും സംശയമുണ്ടോ? പീരീഡ് നമ്പർ എന്ത് ചെയ്യുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അതിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള n വാല്യൂ എടുക്കുക. അത് തന്നെയാണ് പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കടാ. കാർബൺ കോൺഫിഗറേഷൻ എന്താ? 1s2 2s2 2p എത്ര? 2 2 4 2. സോ അവസാനത്തെ n വാല്യൂ 2 പീരീഡ് 2. സോഡിയം ഞാൻ താഴോട്ട് എഴുതാമേ. സോഡിയം അറ്റോമിക് നമ്പർ 11. 1s 2 എണ്ണം. 1ാമത്തെ എസ് മാത്രമല്ലേ ഉള്ളൂ.
അടുത്ത രണ്ടാമത്തേതിൽ എസ്സും ഉണ്ട്, രണ്ടാമത്തേതിൽ പിയും ഉണ്ട്. എസ്സിൽ 2 കൊള്ളും, പിയിൽ 6 കൊള്ളും, മൊത്തം 10 അടുത്ത് എന്താണ് തീരുന്നു? ഇല്ല, രണ്ടിൽ അല്ലെ, രണ്ടാമത്തേതിനകത്ത് എസ്സും പിയും മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിലോട്ടാണ്? മൂന്നാമത്തെ എസ്സിലോട്ടാണ് ഫില്ലാവുന്നത്. മൂന്നാമത്തെ എസ്സിൽ 1, സോ 3 ഇവിടുത്തെ എൻ വാല്യൂ. സോ പീരീഡ് 3. ഇവിടെ എന്തായിരിക്കും വരുന്നത്? 4 വരുന്നത്. 4s വരും. സോ പീരീഡ് ഏതാണ്? 4. സോ പീരീഡ് നമ്പറും 4. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പീരീഡ് കണ്ടുപിടിക്കുന്നത്. ആ പീരീഡ് കണ്ടുപിടിക്കുക വേറൊന്നുമില്ല. ഇറ്റ് ഈസ് ദ number of the element, the period of number of an element is the highest shell number in its subshell electronic configuration. എന്താണ് ഷെൽ നമ്പർ? എന്താ ഷെല്ല്? ഈ ആദ്യം വരയ്ക്കുന്ന ഈ വലിയ ഉണ്ടകളാണ് ഷെല്ലെന്ന് പറയുന്നത്. ഷെല്ല് 1, 2, 3 അങ്ങനെ പോവും. ഓക്കെ ആണ്. ലാസ്റ്റ് വരുന്നതാണ് ബ്ലോക്ക്. അപ്പോൾ ഇവിടെ നോക്കിയേ, എക്സെപ്ഷൻ പറഞ്ഞു അല്ലേ? നമ്മൾ പറഞ്ഞു ഈ പറയുന്ന നമ്മൾ എന്ത് എഴുതുന്ന സമയത്ത്, ബ്ലോക്ക് എഴുതുന്ന സമയത്ത് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആരെന്നറിയാവോ? ഹീലിയം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? എടാ, ഹീലിയത്തിന് അറ്റോമിക് നമ്പർ എത്രയാ? 2. അപ്പോൾ എന്താ വരുന്നത്? 1s2 എന്നേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും എസ്സിലല്ലേ അവസാനത്തത് ഫില്ലായത്, അപ്പോൾ ഏത് ബ്ലോക്ക്? എസ് ബ്ലോക്കിലാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇത് ബ്ലോക്കിൻ്റെ കാര്യമാണ്, ഞാനിത് പറയാൻ വിട്ടുപോയിട്ട് ഇപ്പോൾ പറയുന്ന. പക്ഷേ ഹീലിയം ഇരിക്കുന്നത് എവിടെയാണ്? എസ് ബ്ലോക്കിലാണോ? അല്ല, ഇതായിരിക്കുന്നു പി ബ്ലോക്കിലായിരിക്കുന്നത്. സോ ഹീലിയം ഒരു എക്സെപ്ഷനാണ്. ഹീലിയം എന്താണ്? എക്സെപ്ഷനാണ്. നോക്കിയേ, ഇലക്ട്രോണിക്കലി ഒരു എസ് ബ്ലോക്കിൽ വരണമെങ്കിലും ഇതിനെ വച്ചേക്കുന്നത് എവിടെയാണ്? പി ബ്ലോക്കിലാണ്. കാരണം കെമിക്കലി ഇവൻ കൂടുതൽ സിമിലർ ആരുമായിട്ടാണ്? പി ബ്ലോക്കുമായിട്ടാണ്. കാരണം എസ് സബ്ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺ വന്നാൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് സ്ട്രക്ചറാണ്. അതിലാകെ 2 ഉള്ളത് കൊണ്ട് അവൻ കുറച്ച് നോബിൾ ഗ്യാസുമായിട്ടൊക്കെ ചെറിയ സാമ്യമൊക്കെ കാണിക്കും. അതുകൊണ്ട് നമ്മൾ എങ്ങോട്ട് പിടിച്ചിട്ടു? പിയിലോട്ട് പിടിച്ചിട്ടു എന്നേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ ഞാനിവിടെ തന്നതാണത്. ഇനി ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? 4 ബ്ലോക്ക് സെറ്റാണ്. പീരീഡ് കണ്ടുപിടിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. എന്തായിരിക്കും? ഹൊറിസോണ്ടൽ റോയേനാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. 7 പീരീഡുകളാണ് ഉള്ളത്. ഏറ്റവും വലിയ ഷെല്ല് നമ്പർ ഏതാണോ അതാണ് അവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. പീരീഡും കണ്ടുപിടിച്ചു, എല്ലാം കണ്ടുപിടിച്ചു. നമ്മുടെ അടുത്ത ജോലി എന്താണ്? ഗ്രൂപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? ഹൊറിസോണ്ടലി വരയ്ക്കുന്നത് പീരീഡ് ആണെങ്കിൽ വെർട്ടിക്കലി എഴുതുന്നതാണ് ഗ്രൂപ്പ്. എന്ന് വെച്ചാൽ നോക്കടാ, ഈ പറയുന്നവനാണ് ഗ്രൂപ്പ്. കണ്ടോ, ഈ ഒന്നാമത്തെ ഗ്രൂപ്പ് ഇവൻ, രണ്ടാമത്തെ ഗ്രൂപ്പ് ഇവൻ, മൂന്നാമത്തെ ഗ്രൂപ്പ് ഇവൻ, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 17, 18. സോ മൊത്തം ഗ്രൂപ്പുകളുടെ എണ്ണം 18. 18. അപ്പോൾ ചോദിക്കും ഇവന്മാരാര്? ഇവന്മാരെല്ലാം മൂന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ്. നോക്കിയേ, ലാന്തനൈഡിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവന്മാരെല്ലാം മൂന്നാമത്തെ ഗ്രൂപ്പ്, ഇവനെല്ലാം എന്താണ്? മൂന്നാമത്തെ ഗ്രൂപ്പിൽ തന്നെയാണ് വരുന്നത്. ഏതിലാണ് വരുന്നത്? മൂന്നാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. സോ ഇവരെ പറ്റി കൂടുതൽ ചിന്തിച്ച് കൺഫ്യൂഷൻ ആക്കേണ്ട, വിട്ടേക്ക്. അപ്പോൾ ഗ്രൂപ്പുകളുടെ എണ്ണം 18. അപ്പോൾ എങ്ങനെ ഗ്രൂപ്പ് കണ്ടുപിടിക്കും? ഇവിടെയാണ് എല്ലാവർക്കും സംശയം വരുന്നത്. സോ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ, ബ്ലോക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ, ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ, ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് എന്തെഴുതുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇതിലൊരു സംശയവും വേണ്ട. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. കോൺഫിഗറേഷൻ എഴുതിയിട്ട് നിങ്ങൾ എപ്പോഴും ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ബ്ലോക്ക് നമ്പർ കണ്ടുപിടിക്കണം. ഏത് ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ് മാത്രം ചോദിച്ചാലും അങ്ങനെ തന്നെ എഴുതിക്കോ. ബ്ലോക്ക് നമ്പർ കണ്ടുപിടിക്കണം. ബ്ലോക്ക് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഗ്രൂപ്പ് ഏതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ബ്ലോക്ക് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്താലേ ഗ്രൂപ്പ് ഏതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നോക്കടാ, നമുക്ക് എത്ര ബ്ലോക്ക് ഉണ്ട്? എസ് ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, എഫ് ബ്ലോക്ക് ഉണ്ട്. എഫിനെ നമ്മളങ്ങ് ഒഴിവാക്കി ഇവർ 3 പേരെയും പറ്റിയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ, ഒരാൾ എസ് ബ്ലോക്ക് എലമെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അവൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾക്കറിയാം, എസ്സിനകത്ത് എത്ര ഇലക്ട്രോണേ കൊള്ളുള്ളൂ? 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. അപ്പോൾ എസ്സിനകത്ത് 1 ഇലക്ട്രോണേ ഉള്ളൂ എങ്കിൽ, നമ്മൾ എഴുതി പോകുന്ന സമയത്ത് അവസാനം എസ്സിനകത്ത് 1 ഉള്ളൂ എങ്കിൽ അവൻ ഒന്നാമത്തെ ഗ്രൂപ്പ്. എസ്സിനകത്ത് 2 ഇലക്ട്രോൺ വന്നാൽ അവൻ രണ്ടാമത്തെ ഗ്രൂപ്പ്. തീർന്നു, എസ്സിൻ്റെ പരിപാടി തീർന്നു. സംശയം വന്നോ? നോക്കിക്കോ, ലിഥിയത്തിനെ നോക്കിക്കോ. ലിഥിയത്തിൽ എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അറ്റോമിക് നമ്പർ എത്ര? 3. 1s2, 2s1,
എസ്സിൽ 1 ഏത് ഒന്നാമത്തെ ഗ്രൂപ്പ്, എസ്സിൽ 1 ഏത് ഒന്നാമത്തെ ഗ്രൂപ്പ്, നോക്ക് എസ്സിൽ 1 ഏത് ഒന്നാമത്തെ ഗ്രൂപ്പ്. ഇത് ബെരീലിയം നോക്കി 1 അറ്റോമിക് നമ്പർ എത്ര 1 2 3 4 1s2 2s2 അവസാനത്തെ സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അവ രണ്ടാമത്തേൽ വന്നു. അപ്പോൾ സംശയം വേണ്ട, ഇത് എസ്സിന് മാത്രമുള്ള നിയമമാണ്. എസ് ബ്ലോക്ക് എലമെൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ഇത് പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. നോക്കിയേ സോഡിയം നോക്കിയേ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ എഴുതാൻ പോവുകയാണേ 1s2 2s2 2p6 3s1. സോ 1 വന്നതുകൊണ്ടും എസ് ബ്ലോക്ക് ആയതുകൊണ്ടും അവൻ ഒന്നാമത്തെ ഗ്രൂപ്പ്, 1 വന്നതുകൊണ്ടും അത് എസ് ബ്ലോക്ക് ആയതുകൊണ്ടും അവൻ ഒന്നാമത്തെ ഗ്രൂപ്പ്. മെഗ്നീഷ്യം നോക്കിയേ മെഗ്നീഷ്യം നമുക്ക് നോക്കുമ്പോൾ എന്താ പറ്റുന്നത് 1s2 2s2 2p6 3s2. സോ എസ് ബ്ലോക്കിൽ 2 വന്നതുകൊണ്ട് അവൻ്റെ ഗ്രൂപ്പ് നമ്പർ 2. ഇതാണ് എന്തിൻ്റെ റൂള്, എസ് ആണെങ്കിലുള്ള റൂൾ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ടേ നമുക്ക് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഓരോ ബ്ലോക്കിനും ഓരോ നിയമം. എസ് ബ്ലോക്ക് ആണെങ്കിൽ സിമ്പിളാണ്, എഴുതുക അവസാനത്തെ സബ്ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണെങ്കിൽ അവൻ 1, 2 ആണെങ്കിൽ 2, കാരണം 1 2 അല്ലേ വരുള്ളൂ. ഇനി പിയിലോട്ട് പോവാം. അപ്പോൾ പി വരുമ്പോൾ നിങ്ങൾ ആദ്യം ആ പീരിയോഡിക് ടേബിൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ തുടങ്ങുന്നത് എവിടെ നിന്ന്? പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ തുടങ്ങുന്നത് 13 നിന്നാണ്. സോ ആദ്യത്തെ 12 എന്തായാലും വരത്തില്ല, 12 കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതൊന്ന് മനസ്സിരുന്നോളൂല്ലോ. 12 കഴിഞ്ഞിട്ടാണ് പി തുടങ്ങുന്നത്. സോ 12 കഴിഞ്ഞിട്ടേ എന്ത് വരുള്ളൂ, പി വരുള്ളൂ. ഇനി നോക്ക്, പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 6 എണ്ണം കൊള്ളും. പിയിൽ മാക്സിമം എത്ര എണ്ണം കൊള്ളും? 6 എണ്ണം കൊള്ളും. 6 എണ്ണം കൊള്ളും. ശ്രദ്ധിച്ചല്ലോ, പിയിൽ മാക്സിമം എത്ര എണ്ണം കൊള്ളും? 6 എണ്ണം കൊള്ളും. ഇനി ഒരു എലമെൻറ്റ് പി ബ്ലോക്ക് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. എങ്ങനെ എഴുതാം? ബോറോണിൻ്റെ എഴുതാം 1s2 2s2 2p1. സോ പി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവൻ ഏത് ബ്ലോക്ക്? പി ബ്ലോക്ക്. പി ബ്ലോക്ക്. അപ്പോൾ പി ബ്ലോക്ക് ആണെങ്കിൽ നമുക്കറിയാം ഇവൻ്റെ ഇപ്പോൾ അവസാനത്തെ സബ്ഷെൽ 1 അല്ലേ വന്നുള്ളൂ. സോ ഈ ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്മൾ പറയുമോ? ഇല്ല, പി ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? 12 എന്തായാലും വരത്തില്ല, ഉറപ്പാണേ 12 എന്തായാലും വരത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 12 പ്ലസ് ഇവിടെയുള്ള എണ്ണം എന്ന് എഴുതി കൂടെ. 12 പ്ലസ് പി ബ്ലോക്കിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 1. സോ 12 പ്ലസ് 1 13. നോക്കടാ, 13 ഇതാ കിടക്കുന്നു ബോറോൺ. അടുത്ത് കാർബൺ നോക്കിയേ 1s2 2s2 2p2 അല്ലേ, 1s2 2s2 2p 2 4 6. പി ബ്ലോക്കാണ്. പി ബ്ലോക്കിൽ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 2 വരുമോ? ഇല്ല. പിന്നെ എന്ത് വരും? 12 വരത്തില്ല. സോ 12നോടൊപ്പം 2 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും 14 വരും. സോ 14 ഇതാ കിടക്കുന്നു കാർബൺ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. ഇത് ഇവിടെ നോക്കിയേ, എസ് ഐ നോക്കിയേ എന്താ വരുന്നത്? 1s2 2s2 2p6 3s2 3p2. അപ്പോൾ പിയിൽ 2 ആണ്, പിയിൽ 2 എണ്ണം ഉണ്ട്. 12 വരുമോ? ഇല്ല, 12 കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് പി ബ്ലോക്ക്. സോ 12 പ്ലസ് 2 എത്ര? 14. നൈട്രോജൻ നോക്കിയേ, പിയിൽ 3, അപ്പോൾ 12 പ്ലസ് 3 5 15. ഓക്സിജൻ പിയിൽ 4 ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ 12 പ്ലസ് 4 16. ക്ലോറിൻ പിയിൽ 5 എണ്ണം ഉണ്ട്. സോ 12 പ്ലസ് 5 17. ആർഗൺ പിയിൽ 6 എണ്ണം ഉണ്ട്, 12 പ്ലസ് 6 18. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ആരെ കണ്ടുപിടിക്കുന്നത്? പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റൂളായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് ആൻഡ് പി സബ്ഷെൽ പ്ലസ് 10 എന്ന് വരും. സോ ഇത്രയും കൺഫ്യൂഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് ഞാൻ പറയുന്നു അത്രയൊന്നുമില്ല. നിങ്ങൾക്കറിയാം 12 കഴിഞ്ഞിട്ടാണ് വരുന്നത് പി ബ്ലോക്ക്. അപ്പോൾ 12 പ്ലസ് എന്താണ്? ഇലക്ട്രോൺ ഇൻ ദ പി സബ്ഷെൽ. 12 പ്ലസ് ഇലക്ട്രോൺ ഇൻ ദ പി സബ്ഷെൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും.
ഇതേ ലോജിക്കൽ ഡി പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഡി പറയുമ്പോഴും ഒന്നുമില്ല. ഡി എന്താണ്? 2 പ്ലസ് ഡിയിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കത്തിയില്ലേ, അത് തന്നെയാണ് ഡിയിൽ. റൂളായിട്ട് പറയുമ്പോൾ ഒന്ന് മാറി പിടിക്കുമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം 2 കഴിഞ്ഞിട്ടാണ് ഡി തുടങ്ങുന്നത്. അപ്പോൾ 2 പ്ലസ് ഡി ആണല്ലോ, ഡി ബ്ലോക്ക് ആണല്ലോ. അപ്പോൾ ഡി ബ്ലോക്കിനകത്ത് 1 തൊട്ട് 10 വരെ വരുമല്ലോ. അപ്പോൾ 2 പ്ലസ് ഈ പറയുന്ന എണ്ണം എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഡിയുടെ ഏത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും. നമുക്ക് നോക്കാം ഡിയുടെ കാര്യം. നോക്ക്, ഡി നോക്ക്. അപ്പോൾ റൂളായിട്ട് പറയുമ്പോൾ എങ്ങനെ വരും? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ n-1 ഡി. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരുമ്പോൾ കത്തും. നോക്കിയേ, എസ് ഐ നോക്കിയേ, അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? എസ് ഐയുടെ അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? അതാ കിടക്കുന്നത് 21 ആണോ? ഓക്കെ, ഗ്രൂപ്പ് നമ്പർ ഓഫ് പി കഴിഞ്ഞു. അടുത്ത ഡി കണ്ടോ, 21 വരുന്നത്. ഞാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതുകയാണേ, ശ്രദ്ധിച്ചു. 1s2 2s2 2p6 10 3s2 3p6 18. അടുത്ത എന്താണ് വരുന്നത്? 4s2. അപ്പോൾ എത്രയായി? 18 20. പിന്നെ അടുത്ത് എന്താ വരുന്നത്? 3d1 വരുന്നത്. 4s കഴിഞ്ഞ് 3d വന്ന്. ഇവിടെ ഈ റൂള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്, അത് മറന്നുപോയിട്ടില്ലല്ലോ. എനർജി n+l റൂൾ എടുക്കുന്ന സമയത്ത് ഈ 4sന് ആരെക്കാൾ എനർജി കുറവാണ്? 3dയേക്കാൾ എനർജി കുറവാണ്. അതുകൊണ്ട് 4s ആദ്യം ഫില്ലായിട്ട് 3d ഫില്ലാവും. നിയമം ഓർമ്മയുണ്ടല്ലോ, n+l റൂളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവൻ ഏത് ബ്ലോക്കിലാണ് വരുന്നത്? ഇവൻ വരുന്നത് ഡി ബ്ലോക്കിലാണ്. ശരി, ഡി blockലാണ്. അപ്പോൾ നമുക്കറിയാം ഡി ബ്ലോക്ക് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 2-വിൽ നിന്നാണ് ഡി ബ്ലോക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ 2 എന്ന് എഴുതി. പ്ലസ് ഡിയിൽ ഇപ്പോൾ എത്ര ആളുണ്ട്? ഒരാളുണ്ട്, +1. അപ്പോൾ എത്ര? ഇവ 3ാമത്തെ ഗ്രൂപ്പിലായിരിക്കും. ആണോ? 3ാമത്തെ ഗ്രൂപ്പിലാണോ? നോക്കിയേ, 3ാമത്തെ ഗ്രൂപ്പിലാണോ? അതെ, 3ാമത്തെ ഗ്രൂപ്പിലാണ്. കണ്ടോ? ഇനി അതാ റൂളിൻ്റെ ഫോമിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്താ റൂളിൻ്റെ ഫോമിൽ പറയുന്നത്? നോക്ക്, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ്. നോക്കടാ, ഈ 4s എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനർജിയുടെ ഓർഡർ അല്ലാതെ സബ്ഷെല്ലിൻ്റെ ഓർഡർ എഴുതുമ്പോൾ അവനാണല്ലോ ഔട്ടർ മോസ്റ്റ്. സംശയമുണ്ട്? ആലോചിച്ച് നോക്കടാ. എനർജിയുടെ ഓർഡറിലല്ല, നമ്മളല്ലാതെ സബ്ഷെല്ലിൻ്റെ ഓർഡർ എഴുതുമ്പോഴത്തേക്കും 4s ആണ് എന്ത്? 3d കഴിഞ്ഞിട്ട് എന്ത് വരത്തുള്ളൂ? 4s വരത്തുള്ളൂ. അപ്പോൾ ഔട്ടർ മോസ്റ്റിലെ എസ് അതെപ്പോഴും 2 ആയിരിക്കും അല്ലേ? ഔട്ടർ മോസ്റ്റ് എസ്സിലെ ഇലക്ട്രോൺ 2 ആയിരിക്കും. ഈ 2 പ്ലസ് ഡിയിലുള്ള എണ്ണം. ഡിയിൽ എത്രയുണ്ട്? ഡിയിൽ 1 ഉള്ള 1. സോ 3 + 2 + 1 3 കിട്ടി. അപ്പോൾ ഇത്രയും കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇത്രയും കൺഫ്യൂഷൻ ആക്കേണ്ട. നമ്മളിങ്ങനെ പറയുള്ളൂ, 2 കഴിഞ്ഞിട്ടാണ് ഡി ബ്ലോക്ക് തുടങ്ങുന്നത്. 2 അല്ലെ, 1ഉം 2ഉം എന്താണ്? എസ് ബ്ലോക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡി ബ്ലോക്ക് തുടങ്ങുന്നത്. സോ 2 കൂട്ടിയിട്ട് പിന്നെ ഉള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം എടുത്താൽ മതി. എന്ത് കിട്ടും നമുക്ക്? ഗ്രൂപ്പ് നമ്പർ കിട്ടും. എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും. അടുത്ത് നോക്കിയേ, ക്രോമിയം നോക്കി, 24. 1s2 2s2 2p6 3s2 3p6 18. അടുത്ത് 20. പിന്നെ എന്താണ്? 24. അപ്പോൾ എങ്ങനെയാ? 3d. അപ്പോൾ എന്താ പറ്റുന്നത്? 2 കഴിഞ്ഞിട്ട്, അപ്പം ഡി ബ്ലോക്ക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഡി ബ്ലോക്ക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ്? 2 കഴിഞ്ഞിട്ടാണ് ഡി ബ്ലോക്ക് തുടങ്ങുന്നത്. സോ 2 എഴുതി. പ്ലസ് ഇലക്ട്രോണിൻ്റെ എണ്ണം 4 ആണ്. 2 + 4 4 2 6. സോ ഏത് ഗ്രൂപ്പ്? 6ാമത്തെ ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പ്? 6ാമത്തെ ഗ്രൂപ്പ്. 6ാമത്തെ ഗ്രൂപ്പിലോട്ട് പോയി 6ാമത്തെ ഗ്രൂപ്പിലോട്ട് പോയി ഇതാ കിടക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ നോക്കിയേ, 3d5. അപ്പോൾ 2 + 5 അല്ലേ? 3d5. ഇത് 3d5ഓ? ഇത് തെറ്റാന്ന് തോന്നുന്നു കേട്ടോ. നോക്കിയേ അല്ലേ? ഓക്കെ, ഇത് നോക്കണ്ട. ക്രോമിയം ഇത് ഈ ടേബിളിൽ എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ അത് കറക്റ്റ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമുക്ക് എഴുതി തന്നെ കണ്ടുപിടിക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ച് എഴുതി തന്നെ കണ്ടുപിടിക്കാം. ശരി, നോക്കിയേ. അടുത്ത് അയൺ 26. ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണേ, ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, അയൺ ആണേ, 26. 1s2 2s2 2p6 10 3s2 3p6 18. അടുത്ത് 4s2 20. പിന്നെ എത്ര ഉള്ള? 6 അല്ലേ? അപ്പോൾ 3d6. അപ്പോൾ എങ്ങനെ വരും? 2 + 6 6 2 8. 8ാമത്തെ ഗ്രൂപ്പിലായിരിക്കും അയൺ ഇരിക്കുന്നത്. 8ാമത്തെ ഗ്രൂപ്പിലായിരിക്കും അയൺ ഇരിക്കുന്നത്. അതെ, 8ാമത്തെ ഗ്രൂപ്പിൽ തന്നെയാണ് ആരിയിരിക്കുന്നത്? അയൺ ഇരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. റൂൾസ് ഞാൻ ഒരുമിച്ച് പറയുകയാണ്. എസ് കണ്ടുപിടിക്കാൻ, എസിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ
കാര്യങ്ങൾ എളുപ്പമാണ്. എസ് ബ്ലോക്ക് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ഔട്ടർ മോസ്റ്റ് എസ്സിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. ഒന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ്. പിയിൽ വരുമ്പോഴുള്ള കാര്യം നിങ്ങൾക്കറിയാം, പി ബ്ലോക്ക് തുടങ്ങുന്നത് 12 ശേഷമാണ്. സോ 12 പ്ലസ് പിയിൽ വരുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം. അടുത്ത ഡിയിലോട്ട് വരുമ്പോൾ ഡി അറിയാം, രണ്ടാമത്തെ ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ്. സോ 2 പ്ലസ് ഡിയിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പം ബ്ലോക്ക് മനസ്സിലാക്കാൻ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, അവസാനത്തെ ആൾ പോകുന്ന ഇവിടെ നിന്ന് നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം, കണ്ടോ. സോ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ നമ്മൾ പി ബ്ലോക്കും ഡി ബ്ലോക്കും എഫ് ബ്ലോക്കും കണ്ടുപിടിച്ചു, അതിൻ്റെ പീരീഡ് കണ്ടുപിടിച്ചു, അതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇതാ കണ്ടു. സോ ദ നമ്പർ ഓഫ് D block element will be the same as the sum of the number of the electron in the outermost S and the number of electron in the D preceding it. അതാണ് n-1 D എന്ന് പറഞ്ഞത്. അപ്പോൾ റൂള് വേണമെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചു, പക്ഷേ എഴുതാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുന്നതായിരിക്കും ഈസി. സെറ്റല്ലേ, ഓക്കെ അല്ലേ? അപ്പോൾ ഇതോടെ നമ്മൾ എന്ത് കഴിഞ്ഞു? എനിക്ക് തോന്നുന്നു നമ്മുടെ ഓണം എക്സാമിന് ഈ ഒരു ടോപ്പിക്ക് വരെ ആകാനാണ് സാധ്യത കൂടുതൽ. ഉറപ്പൊന്നുമില്ല, ഇതുവരെ ആയിരിക്കാനാണ് 90% സാധ്യത. മോഡൽ ചോദ്യ പേപ്പറിൽ നമുക്ക് ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വരെ കണ്ടിട്ടുള്ളൂ. പീരിയോഡിക് ട്രെൻഡിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇതുവരെ ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, മാക്സിമം പ്രോബ്ലംസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക, സെറ്റാവും. ഇവിടെ ബാക്കി ഒന്നിലും നമുക്ക് ഡൗട്ട് വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഒരൊറ്റ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അവസാനം പറഞ്ഞു നിർത്തുകയാണ്, നമുക്കത് ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ 2 പേരുടെ കോൺഫിഗറേഷനിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഒരു വ്യത്യാസം പറഞ്ഞു. ആരൊക്കെ? ക്രോമിയവും കോപ്പറും ഹാഫ് ഫിൽഡ് വരുന്നത് കൊണ്ടൊരു വ്യത്യാസം വന്നു. സോ ഇവരുടെ മാത്രം പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു രീതിയിൽ വേണം കണ്ടുപിടിക്കാൻ. തൽക്കാലം ഇപ്പോൾ നോക്കണ്ട, ഇനി അത് പരീക്ഷയ്ക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഞാനത് പറഞ്ഞുതരാം, ക്രോമിയവും കോപ്പറും വരുന്ന സമയത്ത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. സോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടോ എങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.